അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മർഹബൻ ബിക്കും അഹ്ലൻ വസഹ്ലൻ. നമ്മൾ MA അറബിക്കിൻ്റെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റായിട്ട് നമ്മൾ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതായത് കഴിഞ്ഞ MA അറബിക്കിൻ്റെ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോഡേൺ അറബിക് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചിരുന്നത്. അതായത് തോഹ ഹുസൈന്, ഖലീൽ ജിബ്രാനെ പോലെ, അതുപോലെ അദബുൽ മഹ്ജൽ, അങ്ങനത്തെ ഒരുപാട് മോഡേൺ ആധുനിക കാലഘട്ടത്തിലെ അറബ് സാഹിത്യകാരന്മാരെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ കൃതികളായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട്, അതായത് അദബുൽ ഖദീം എന്ന് പറയുന്ന ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ഒരു ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലാസിക്കൽ അറബിക് പ്രോസ് ആൻഡ് പോയട്രി എന്ന് പറയുന്ന പ്രോസ് ആൻഡ് പോയട്രി രണ്ട്, അതായത് ഷെയറൻ വ നെസറൻ, അദബിൻ്റെ രണ്ട് ഭാഗങ്ങളാണുള്ളത് പ്രധാനമായിട്ടും, ഷെയറും അതുപോലെ തന്നെ നെസറും. ഈ രണ്ട് പാട്ടുകളും ഡിസ്കസ് ചെയ്തുകൊണ്ട് ജാഹിലിയ കാലം മുതൽ അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഇസ്ലാമിക കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഉമവിയ കാലഘട്ടത്തിലും അബ്ബാസിയ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു അറബ് സാഹിത്യത്തിൻ്റെ അവസ്ഥ, ഇത്രയും കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ രചനകളെ കുറിച്ചും, പ്രധാനപ്പെട്ട ഉദാഹരണം പറയുകയാണെങ്കിൽ ജാഹിലിയ കാലത്തെ ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഷായർ എന്ന് പറയുന്നത് ഇമ്രുൽ ഖൈസ്, അതുപോലെ തന്നെ സുഹൈർ ബിൻ അബി സുൽമ, ഇവരുടെയൊക്കെ ജീവചരിത്രവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മുഅല്ലഖകളുടെ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ മോഡേൺ ലിറ്ററേച്ചർ പഠിക്കുന്നതിന് മുമ്പ് അതോട് കൂടെ തന്നെ പഴയ കാലത്തെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുകയും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗങ്ങൾ, ഇബാറത്തുകൾ, ലഫ്ലുകൾ, അതിൽ നിന്ന് എത്രത്തോളം പുതിയ സാഹിത്യകാരന്മാരുടെ രചനകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചർ പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, ഈ ഒരു ടെക്സ്റ്റിൽ, ഈ ഒരു ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ജാഹിലിയ കാലം മുതലാണ്. ജാഹിലിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ രൂപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഷെയറുൽ അറബിയാണ്. ഷെയറുൽ അറബി ഫിൽ അഹ്ദൽ ജാഹിൽ. അപ്പോൾ ജാഹിലിയ കാലത്തുള്ള ഷെയറുൽ അറബി എങ്ങനെയായിരുന്നു, അതായത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്ന് മുതൽക്കാണ് അറബി ഷെയർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ അൽ മുഅല്ലഖാത്ത് വ അഹമ്മിയത്തുഹ, ജാഹിലിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഖസീദകൾക്കാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. സബഅ മുഅല്ലഖാത്ത്, അതല്ലെങ്കിൽ 10 മുഅല്ലഖ, 10 മുഅല്ലഖാത്ത് അങ്ങനെ അറിയപ്പെടുന്ന മുഅല്ലഖകൾ എന്തൊക്കെയാണ്, അതിനങ്ങനെ പേരുള്ള കാരണം എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട മുഅല്ലഖയുടെ ശായര്യങ്ങൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫുനൂനു ഷെയറുൽ ജാഹിലി വ അറാളുഹു, ജാഹിലിയ കാലത്തെ ഷെയറിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് വസ്ഫിയായ ഷെയറുകൾ ഉണ്ടാവും, മദഹ് ഉണ്ടാവും, ഹിജാ ഉണ്ടാവും, അതുപോലെ തന്നെ ഫഖർ ഉണ്ടാകും, ഹുമാസ് ഉണ്ടാവും, ഹിക്മത്ത് ഉണ്ടാവും. വ്യത്യസ്ത രൂപത്തിലുള്ള ഫന്നുകൾ അറബി ഷെയറിൽ, ജാഹിലിയ കാലത്തെ ഷെയറിൽ കാണാൻ പറ്റും. അപ്പോൾ അവകൾ ഏതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാഹിലിയ കാലത്തെ ഷെയറിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശായര്യങ്ങളായിട്ടുള്ള രണ്ടാളുകളാണ് ഇമ്രുൽ ഖൈസും അതുപോലെ തന്നെ സുഹൈർ ബിൻ അബി സുൽമ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്രുൽ ഖൈസിൻ്റെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് ഷായറായത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത് ഖസീദ എന്ന് പറയുന്നത് മുഅല്ലഖയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ പ്രത്യേകതകൾ, ഏത് സാഹചര്യത്തിൽ, ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതുന്നത്. അവസാനം ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖയുടെ ഏകദേശം ഒരു ഭാഗത്തോളം, അതായത് 25 ബൈത്തോളം നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലെ ഫസ്റ്റത്തെ 25 ബൈത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. അർത്ഥവും ആശയവും സാഹചര്യമൊക്കെ മനസ്സിലാക്കി ആ 25 ബൈത്തോടെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള സുഹൈർ ബിൻ അബി സുൽമ എന്ന് പറയപ്പെടുന്ന ഷായറുൽ ഹിക്മ, ഷായറുസ്സലാം, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ സ്വാഹിബുസ്സലാം അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സുഹൈർ ബിൻ അബി സുൽമ എന്ന് പറയുന്ന ഷായറിനെ കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷായരിയത്ത്, കവിതയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഷായറുൽ ഹിക്മ എന്ന് പേര് വന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയുടെ ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് പാർട്ടല്ല, ഒരു മധ്യത്തിൽ നിന്നുള്ളൊരു ഭാഗം 10-20 ബൈത്തോളം സുഹൈർ ബിൻ അബി സുൽമൻ്റെ മുഅല്ലഖയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ ജാഹിലിയ കാലത്തെ ഷെയർ, അതായത് അറബ് സാഹിത്യത്തിന് അദബുൽ അറബിയുടെ ഏറ്റവും തുടക്ക കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അസ്റുൽ ജാഹിലിയ എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഏകദേശം ഒരു 1.5 നൂറ്റാണ്ട് മുമ്പുള്ള ആ ഒരു കാലഘട്ടം മുതൽക്കുള്ള ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ അഹദുൽ ജാഹിലി അല്ലെ അസ്റുൽ ജാഹിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഷെയറിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഇതേ കാലഘട്ടത്തിൽ ജാഹിലിയ കാലത്തുള്ള നെസർ എങ്ങനെയായിരുന്നു, ഗദ്യ എങ്ങനെയായിരുന്നു, അത് ഒരുപക്ഷെ ഷെയറിനേക്കാളും പഴക്കമുണ്ടായിരിക്കാം നെസർ എന്നാണ് സാധാരണ നമ്മൾ ഗദ്യഭാഷ എന്ന് പറയുന്നത്. പക്ഷേ ഷെയറിൻ്റെ അത്ര ജാഹിലിയ കാലത്ത് സ്വാധീനമോ അല്ലെങ്കിൽ ഷുഹറത്തോ ഒന്നും ലഭിക്കാത്തൊരു മേഖലയായിരുന്നു നെസർ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ശായര്യങ്ങളായ ആളുകൾ, അതായത് നെസറിൻ്റെ ആളുകളുണ്ടാവും, നെസറിൻ്റെ ആളുകൾ തന്നെ ശായര്യങ്ങളായിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ കൂടുതൽ ആളുകളും ആ കാലത്ത് ഒന്നും കൂടെ ആസ്വാദനത്തിനോ അല്ലെങ്കിൽ ഒന്നും കൂടെ ജനങ്ങൾ കൂടുതൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക, പകപോക്കുക, ഗോത്രങ്ങൾ തമ്മിലുള്ള മത്സരം. അപ്പോൾ ഇത്തരത്തിൽ സാഹചര്യങ്ങളൊക്കെ സാമൂഹിക അന്തരീക്ഷത്തിലൂടെ ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അവർക്ക് ഒന്നുകൂടെ ഷെയറിന് പ്രാധാന്യം കിട്ടി എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ അതേപോലെ തന്നെ ഷെയറിന് അത്രയ്ക്ക് സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിലും നെസർ എന്ന് പറയുന്ന പ്രോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നെസറിൻ, അതായത് നെസറുൽ ജാഹിലി വ അൻവാഹു, ജാഹിലിയ കാലത്തെ നെസറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ഖുത്തുബകളുണ്ട്, മസലകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്,
അതുപോലെ തന്നെ ഒരുപാട് കെട്ടുകഥകൾ പറയുന്ന സജുൽ കുഹാൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള നെസറുകൾ ജാഹിലിയ കാലത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണ രീതിയും സംഭവങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാണ്ട്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജാഹിലിയ കാലത്തെ നെസറിൻ്റെ എന്ന് പറയുന്നത് അത് ഖത്താബത്ത്, പ്രസംഗം തന്നെയായിരുന്നു. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സാഹചര്യത്തിൽ അവർക്കിടയിൽ നിന്നുകൊണ്ട് അവരെ ഉപദേശിക്കുന്ന, അവർക്ക് ഒരുപാട് ഹിക്മത്തുകൾ പറഞ്ഞു കൊടുക്കുന്ന പ്രാസംഗികന്മാർ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഖുസ്ബിൻ സായിദും അതിന് കഅബ് ബിൻ ലുഅയ് എന്ന് പറയുന്ന രണ്ട് പ്രസംഗികർ എന്ന് പറയുന്നത്. അപ്പോൾ ഖുസ്ബിൻ സായിദ് എന്നൊക്കെ നമുക്ക് നെറ്റ് എക്സാമിനൊക്കെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നെസറിൻ്റെ ഖത്തീബാണ്. അതുപോലെ കഅബ് ബിൻ ലുഅയ്, അദ്ദേഹം നമുക്ക് ഏകദേശം നമ്മൾ അറബിക് സിലബസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രസംഗികനാണ് കഅബ് ബിൻ ലുഅയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രസംഗങ്ങളിൽ നിന്നുള്ള ഒന്ന് രണ്ട് പാർട്ടുകൾ, അതായത് ഖുസ്ബിൻ സായിദിന് അയ്യുഹന്നാസ്, അതായത് ഇസ്മഉ വഉ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഖുത്തുബൊക്കെ ഉണ്ട്. ആ ഖുത്തുബൊക്കെ നമുക്ക് ഓരോ സെൻറ്റൻസുകൾ അർത്ഥം വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജാഹിലിയ കാലത്തെ ലിറ്ററേച്ചർ. ജാഹിലിയ കാലത്തെ നെസറൻ ബഷീറൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളിവിടെ കഴിഞ്ഞു, ആ ഒരു ഏരിയ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് ജാഹിലിയ കാലത്തിന് ശേഷം, അതായത് ഹിജറക്ക് തൊട്ട് മുമ്പ് ഏകദേശം ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടുകളുടെ തുടക്ക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് എന്താ പറയുക പകുതിയിൽ ആണ് വരുന്നത് ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഹിജറ ക്രിസ്തു വർഷം AD 620 ശേഷമുള്ള കാലഘട്ടത്തിനാണ് ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം എന്നാണ്. അതായത് നബിതങ്ങളുടെയും അതുപോലെ തന്നെ 4 ഖലീഫമാരുടെയും ഭരണകാലമുണ്ട്. അതായത് ഹിജ്റ 40 വരെയുള്ള കാലഘട്ടം. അതിനാണ് അഹദുൽ ഇസ്ലാം അല്ലെങ്കിൽ സദറുൽ ഇസ്ലാം എന്നൊക്കെ അറിയപ്പെടുന്ന കാലഘട്ടം. അതിനുശേഷം ഉമവിയ്യ കാലഘട്ടമായിട്ടും പിന്നെ അബ്ബാസി കാലഘട്ടം, അതൊക്കെ ടോട്ടലി അതൊക്കെ ഇസ്ലാമിക് ആമായിട്ട് പറയുമ്പോൾ അതൊക്കെ ഇസ്ലാമിക് കാലമാണെങ്കിലും ഒന്നുകൂടെ നമ്മൾ ഓരോന്നും പാർട്ടായിട്ട് തിരിക്കുമ്പോൾ ഇസ്ലാമിക കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം, പിന്നെ ഉമവിയ്യ ഖിലാഫത്ത്, പിന്നെ അബ്ബാസി കാലഘട്ടം, അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉമവിയ്യ കാലഘട്ടത്തെക്കുറിച്ചും അബ്ബാസിയുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ, ആ കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ നമുക്ക് ഇവിടെ വരും. അപ്പോൾ അതായിട്ട് അഹദുൽ ഇസ്ലാമി, അതായത് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിലെ നെസറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തത്തബുറു നെസർ വ ഖസാഇസുഹു, ജാഹിലിയ കാലത്തെ നെസറുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ജാഹിലിയ കാലത്തെ നെസർ കഴിഞ്ഞു, പിന്നെ അത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു നെസർ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പോൾ ജാഹിലിയ കാലത്തെ നെസറിൻ്റെ അതേ കോപ്പി അല്ലെ അതേ ആവർത്തനം തന്നെയാണോ ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതല്ല അത് ഇസ്ലാമിൻ്റെ സ്വാധീനം നെസറിൽ കാണാൻ പറ്റുമോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അങ്ങനത്തെ ഡിസ്കഷൻ വരുന്നുണ്ട്. പിന്നെ അൽ ഖത്താബത്ത് ഫി സദറിൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെസർ എന്ന് പറയുന്ന റസായിലുകളൊക്കെ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ സാഹിത്യ രൂപത്തിലെ റിസാലകളൊന്നും വന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉമവിയ്യ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ആ കാലത്തെ നെസറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഖത്താബത്ത്, പ്രസംഗമായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട പ്രസംഗകന്മാർ ആരൊക്കെയാണ്, അതായത് നബിതങ്ങൾ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ്, ഇവരൊക്കെ വലിയ പ്രഗത്ഭരായ രാഷ്ട്ര നേതാക്കളാണ്. അതുപോലെ തന്നെ ഭയങ്കര കഴിവുള്ള പ്രാസംഗികരാണ്. ജനങ്ങളൊക്കെ ഓരോ വ്യത്യസ്ത ഘട്ടത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ ഇവർ ഓരോരുത്തർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ജീവചരിത്രവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഖുതുബകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിലെ നെസർ കഴിഞ്ഞ് ഇനി ഇസ്ലാമിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നേരെ തിരിച്ചായിരുന്നു ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ജാഹിലിയ കാലത്ത് ഷീറിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു, നെസറിന് പ്രാധാന്യം കുറഞ്ഞു. പക്ഷേ ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഷീറിന് കുറച്ച് പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പ്രാധാന്യം കിട്ടിയത് നെസറിനായിരുന്നു. ഖുത്തുബ പോലുള്ള അങ്ങനത്തെ നെസറിനായിരുന്നു ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ആദ്യത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ ഷീറിനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്തത് നെസറിനെയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ഇസ്ലാമിക കാലഘട്ടത്തിൽ ഷിർ അറബി ഫിലാസർ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അഷ്ർ അറബി ഫി സൗദർ ഇസ്ലാം മയ്യിസാത്തുഹു. അപ്പോൾ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഷീർ എങ്ങനെയായിരുന്നു, ഷീർ കുറഞ്ഞോ, അല്ലെങ്കിൽ ഷീറിൻ്റെ ഇനങ്ങളൊക്കെ മാറി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഷീറിൻ്റെ ആശയങ്ങൾ ജാഹിലിയ കാലത്ത് വരുമ്പോൾ ഒരു നിയന്ത്രണങ്ങളില്ലാത്ത ഷീറുകളായിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ സ്വാഭാവികപരമായിട്ടും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളും മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഷീറുകളായിരുന്നു ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ. ആ ഒരു പ്രത്യേകതകളെ കുറിച്ചും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട രണ്ട് ശായര്യങ്ങളെക്കുറിച്ച് ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ശായര്യങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളെക്കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട ഖസീദകളിലെ ഒന്ന് രണ്ട് ഏരിയകൾ, അതായത് 10-20 ബൈത്തോളം ഓരോരുത്തരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ കഅബ് ബിൻ സുഹൈർ, രണ്ടുപേരും സ്വഹാബിമാരാണ്, വലിയ പ്രഗത്ഭരായ സ്വഹാബിമാരാണ്. ഒരുപാട് ഷീറുകൾ എഴുതി പ്രസിദ്ധരായിട്ടുള്ള ഷായറുൻ നബി എന്നും അതുപോലെ തന്നെ കഅബ് ബിൻ സുഹൈറിൻ്റെ ഖസീദിനെ കുറിച്ചൊക്കെ നബിതങ്ങൾ ഖസീദ പാടുമ്പോൾ നബിതങ്ങൾ ധരിച്ചിരുന്ന മേൽത്തട്ടൊക്കെ ധരിച്ച് അങ്ങനെ ഖസീദത്തുൽ ബുർദ എന്നൊക്കെ അറിയപ്പെടുന്ന കഅബ് ബിൻ സുഹൈറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാനത്ത് സ്വാദ് എന്നറിയപ്പെടുന്ന ഖസീദ, അതിൻ്റെ കോണ്ടക്സ്റ്റ് സാഹചര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും.
ഇനി അടുത്തായിട്ട് അൽ ഖത്താബത്തു ഫിലാസ്. ഇനി നമ്മൾ നേരെ ഉമവിയ കാലഘട്ടത്തിലേക്ക് വരാം. അപ്പോൾ ഉമവിയ കാലഘട്ടത്തിൽ ഒരുപാട് ഷായര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നെസറിൻ്റെ ആളുകളുണ്ട്. ഉമവിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരികയും അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ സിയാദ് ബിൻ അബീഹിനെ പോലെ, ഹജ്ജാജ് ബിൻ യൂസുഫിനെ പോലെ, തോരിഖ് ബിൻ സിയാദിനെ പോലെ ഒരുപാട് പ്രഗത്ഭരായ സൈനിക നേതൃത്വവും നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സൈനികൻ്റെ സാഹചര്യത്തിൽ വെച്ചിട്ടുള്ള ഓരോ പ്രസംഗങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. ഖുത്ബത്തുൽ ബത്തറ, ഖുത്ബത്തു ഷഖ്ഷഖിയ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ഖുത്ബകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഉമവിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഉമവിയ കാലഘട്ടത്തിലെ നെസർ, ആ നെസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഖത്താബത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷീർ അറബി ഫിൽ അസൽ അബ്ബാസ്. അപ്പോൾ ഉമവിയ കാലഘട്ടത്തിൽ ഷീറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ഷായര്യങ്ങളുണ്ട്, അഖ്തല്, ഫർസഖ്, ജരീർ പോലത്തെ, അതൊക്കെ നമ്മൾ ചെറുതായി ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് അബ്ബാസി കാലഘട്ടത്തിലെ ഷീറിനെ കുറിച്ച്. അപ്പോൾ അബ്ബാസി കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അൽ അസ്റു ദഹബി ലിൽ അദബിൽ ഇസ്ലാമി അല്ലെങ്കിൽ ലിൽ അദബിൽ അറബി എന്ന് പറയുക, അറബിക് സാഹിത്യത്തിന് ഗോൾഡൻ ഏജ് ആയിട്ട് അറിയപ്പെടുന്ന, അസ്റു ദഹബി ആയിട്ട് അറിയപ്പെടുന്ന കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. വ്യത്യസ്തമായ, അതായത് അറേബ്യൻ സാമ്രാജ്യം ഒന്നുകൂടെ വിശദീകരിച്ചു, പേർഷ്യയും റോമൊക്കെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കൂടിക്കലരുകൾ ഉണ്ടായി, വൈജ്ഞാനികപരമായിട്ടുള്ള കൈമാറ്റങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത് ഈ അബ്ബാസി കാലഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഈ അബ്ബാസി കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ ഷീറിലൊക്കെ അതിനെ സ്വാധീനിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ അറബി ഷീറിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരോഗമനങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ അബ്ബാസി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് കാലഘട്ടത്തിൽ ഷീറാണ്. ഷായര്യങ്ങളായിട്ട് അറിയപ്പെടുന്ന അബൂ തമ്മാം, ബുഹ്തരി, മുത്തനബി, ഇതല്ലാത്ത ബഷാർ, അബൂ നുവാസ്, ഒരുപാട് ഷായര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു സിലബസിൽ, സെക്കൻഡ് ഇയറിൻ്റെ സിലബസിൽ നമുക്ക് ഈ മൂന്നാളുകളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അബൂ തമ്മാം, മുത്തനബി, ബുഹ്തരി, ഇവർ മൂന്നാളെ കുറിച്ചും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് നമ്മൾ അബ്ബാസി കാലഘട്ടത്തിലെ ഷീറിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ഷായര്യങ്ങൾ ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഉമവിയ കാലഘട്ടത്തിൽ നിന്നും ഇസ്ലാമിക കാലഘട്ടത്തിൽ നിന്നും ജാഹിലിയ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് അബ്ബാസി കാലഘട്ടത്തിലെ ഷീറിൻ്റെ പ്രത്യേകതകൾ, അതുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അബ്ബാസി കാലഘട്ടത്തിൽ മറ്റൊരു സാഹിത്യ രൂപമാണ് നെസർ എന്ന് പറയുന്നത്. അപ്പോൾ നെസർ എന്ന് പറയുമ്പോൾ ജാഹിൽ, ഇബ്നു അമീദ്, ഹരീരി, ഇവർ വ്യത്യസ്ത ഏരിയകളാണ്. ജാഹിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് 300ഓളം രചനകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് ജാഹിൽ എന്ന് പറയുന്നത്. അപ്പോൾ ജാഹിലിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കിതാബുകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ കിതാബിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇബ്നുൽ അമീദ് എന്ന് പറയുന്ന രണ്ടാം ജാഹിദു സാനി എന്നൊക്കെ അറിയപ്പെടുന്ന ഇബ്നു അമീദ്, അദ്ദേഹം അതുപോലെ തന്നെ ഒരുപാട് റിസാലകൾ, ഒരുപാട് റസായിലുകളിലൂടെ പ്രസിദ്ധനായ ആളാണ് ഇബ്നു അമീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരീരി, നമുക്കറിയാം മക്കാമാത്തുൽ ഹരീരി എന്നറിയപ്പെടുന്ന 50ഓളം മക്കാമകൾ എഴുതിയിട്ടുള്ള അബ്ബാസി കാലഘട്ടത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ ജീവിച്ച് ഏകദേശം 50ഓളം മക്കാമകൾ എഴുതുകയും അതുമല്ലാത്ത ഒരുപാട് നഹവി ആയിട്ടുള്ള ബൈത്ത് ഒരുപാട് ഷീറുകളും അതുപോലെ മറ്റുള്ള കിതാബുകളൊക്കെ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരൻ ഹരീരി. പക്ഷേ ഹരീരി ഏറ്റവും അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മക്കാമകളുടെ പേരിലാണ്. അപ്പോൾ അബ്ബാസി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ അബ്ബാസി കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് പുതിയ സാഹിത്യ രൂപങ്ങൾ, ഒരു ഗോൾഡൻ ഏജ് തന്നെയാണ് മക്കാമാത്ത് പോലെ. അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ നടക്കുകയും ഒരുപാട് വൈജ്ഞാനികപരമായിട്ട് കൈമാറ്റങ്ങളും വിപ്ലവങ്ങളൊക്കെ സാധിച്ചൊരു കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നെസറിൻ്റെ ആളുകൾ, അതായത് ഗ്രന്ഥകർത്താക്കളാണ് ജാഹിലും ഇബ്നു അമീദും. ഇവർക്കൊക്കെ ഒരുപാട് കിതാബുകൾ, രചനകൾ ഇവരുടെ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ അതായത് ജാഹിലിയ കാലത്ത് തുടങ്ങി പിന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് വന്നു, പിന്നെ ഉമവിയ കാലഘട്ടം, അബ്ബാസി കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള മെയിനായിട്ടുള്ള ഷെയർ, നെസർ, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും അങ്ങനെ ആണ് ഈ ഇതുവരെയുള്ള ഡിസ്കഷൻ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ. അതായത് അബ്ബാസി കാലം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വൈജ്ഞാനിക വിപ്ലവങ്ങൾ നടന്നിട്ടുള്ള അറബികൾ പേർഷ്യയിലേക്കും അതുപോലെ തന്നെ ഫാരിസികളായിട്ടുള്ള പേർഷ്യക്കാരെ ആളുകൾ അറേബ്യൻ നാടുകളിലേക്കും അങ്ങനെ കുടിയേറുകയും അങ്ങനത്തെ ഒരു വൈജ്ഞാനികപരമായിട്ടുള്ള കൈമാറ്റങ്ങളോട് സാധ്യമായ ഒരു കാലഘട്ടമാണ് അബ്ബാസി കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് അതായത് ഫാരിസി ആയിട്ടുള്ള ഒരുപാട് കിതാബുകൾ അറബിയിലേക്കും അറബി കിതാബുകൾ ഫാരിസിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അക്കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ മുഖഫ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ മുഖഫ എന്ന് പറയുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മുഖഫ എന്ന് പറയുന്ന അദ്ദേഹം രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ് കലീല ദിംന എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്ത്യൻ ബേസിലെ സംസ്കൃത ഭാഷയിൽ ബേസിക്കലി എഴുതിയപ്പെട്ട, പിന്നെ അത് ഫഹ്ലവി എന്ന് പറയപ്പെടുന്ന പഴയ പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ മുഖഫ അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന കിതാബാണ് കലീല ദിംന എന്ന് പറയുന്നത്. അപ്പോൾ ആ കിതാബിൽ ഏകദേശം അതായത് ഒരുപാട് മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട്
വരുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളാണ് ഖലീല ദിംന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുസ്തകം ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത അബ്ദുല്ലാഹിബിൻ മുക്കഫന്റെ സാഹിത്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, പിന്നെ ഖലീല ദിംന എന്നറിയപ്പെടുന്ന ആ ഒരു കിതാബിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട 3-4 ചാപ്റ്ററുകൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അർത്ഥം വെച്ച് നമ്മളൊക്കെ അതിൽ നിന്ന് മെയിനായിട്ട് ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ആ കാലഘട്ടത്തിലെ പഴയ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു മനസ്സിലാവുകയും അതിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഖലീല ദിംന എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അറബി ലിറ്ററേച്ചറിൽ ഏറ്റവും ബേസിക്കലി എല്ലാവരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഖലീല ദിംന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3-4 ചാപ്റ്ററുകൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഏകദേശം ഈ ഒരു ടെക്സ്റ്റിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജാഹിലിയ കാലത്തിലെ നെസർ ഷെയർ, പിന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലേക്കുള്ള നെസർ ഷെയർ, പിന്നെ ഉമവിയ കാലഘട്ടം, അബ്ബാസി കാലഘട്ടം, അവസാനമായിട്ട് അബ്ബാസി കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് വൈജ്ഞാനികരമായിട്ടുള്ള വിപ്ലവങ്ങൾ, പ്രധാനമായിട്ട് തർജുമ എന്നറിയപ്പെടുന്ന കിതാബുകൾ, രചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ടും ഈ ഭാഷയിൽ നിന്ന് അങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന വൈജ്ഞാനിക കൈമാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് സാഹിത്യപരമായിട്ട് ഒരുപാട് വിപ്ലവങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വലിയൊരു കാലഘട്ടം, 10-7 നൂറ്റാണ്ടോളം 700ഓളം വർഷം നീണ്ടു നിന്ന ഈ ഒരു വൈജ്ഞാനിക അല്ലെങ്കിൽ സാഹിത്യ വിപ്ലവത്തിനെ കുറിച്ചുള്ളൊരു വളരെ ചുരുങ്ങിയിട്ടുള്ള എന്നാൽ എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുന്നത്. ക്ലാസിക്കൽ അറബിക് എന്നറിയപ്പെടുന്ന പ്രോസ് ആൻഡ് പോയട്രി എന്നറിയപ്പെടുന്ന ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ജാഹിലിയ കാലം മുതൽ പിന്നെ ഉമവിയ കാലം അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.